ആരാ വിളിച്ച? എന്താ പറഞ്ഞ? ആൾക്കാരൊക്കെ വന്നോടെ? ഞങ്ങള് മീറ്റ് ചെയ്യണത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പം നിമ്മിയുടെ ഒരു കൂട്ടുകാരിനെ വിളിക്കാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ വന്നതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സ്പാർക്ക് അടിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ പയ്യെ കുറച്ചധികം നാൾ പുറകെ കിടന്നിട്ടാ. നിമ്മി അടിപൊളിയാണ്. ഓരോ കാര്യങ്ങളും തന്നെ ഇപ്പോൾ ഈ പരിപാടിയുടെ ആണെങ്കിലും തന്നെ താനെയാണ് അവളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മാക്സിമം ഫാമിലിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാണ്ട് അവൾ തന്നെ താനെ ഓരോ കാര്യം ഇൻഡിപെൻഡൻറ്റ് വുമണാണ് നിമ്മി. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ നിമ്മി ഒറ്റയ്ക്ക്, സാധാരണ നിമ്മിനെ ഒറ്റയ്ക്ക് കിട്ടാറില്ല. നിമ്മിയുടെ ഒപ്പം എപ്പോഴും കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇവരുടെ വീട് ചെറിയടംകുടിയിലായതുകൊണ്ട് ഒരു ഫെറി ഇറങ്ങി പോകണമെന്ന് പറഞ്ഞേ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ തന്നെ ഞാൻ പയ്യെ വണ്ടി വളച്ച് നേരെ ചെന്ന് കാര്യം കൂടെ അവതരിപ്പിച്ചു. എന്താ പറഞ്ഞത്? എനിക്ക് തന്നെ ഇഷ്ടമാണ്, താനിപ്പോൾ ഒന്നും പറയണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെ പറ്റൂല. ഇവളപ്പം തന്നെ പറഞ്ഞൊരു ആൻസർ ഉണ്ടേ, അത് ഞാൻ എന്തായാലും കോതാടേക്ക് വരില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ തീർച്ചയായും. അജിത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് അജിത്തിൻ്റെ വീട്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ കാണുമായിരുന്നു. അപ്പം നിമ്മി പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നോക്കണം എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് നേരം നിമ്മി പറഞ്ഞ ഹെൽവി ഞങ്ങളുടെ റിലേഷൻഷിപ്പിലായി. ഞാൻ നിമ്മിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവൾ എല്ലാ കാര്യങ്ങളും നല്ല എന്താ പറയുക ഒന്ന് ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്ന ടൈപ്പാണ്. എന്നെ പോലെ അല്ല, അത്യാവശ്യം എല്ലാ കാര്യങ്ങളെയും പറ്റി അന്വേഷിച്ച് മനസ്സിലാക്കി ആണ് കാര്യങ്ങൾ ചെയ്യണം. ബട്ട് നൈസ് ആട്ടോ. അജിത്തും ഭയങ്കര പാവമാണ്. പിന്നെ അവരുടെ അജിത്ത് പൊന്നു പോലെ നോക്കിക്കോളും നിമ്മീനെ. ആളൊക്കെയാണ്, അങ്ങനെ മോശമായിട്ടൊന്നും അവളെ പറ്റി പറയാനൊന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൾ പെർഫെക്റ്റാണ്, ഓക്കെയാണ്. എന്നാൽ എനിക്കില്ലാത്ത എല്ലാ ക്വാളിറ്റീസും അവൾക്ക് ഉണ്ട്. ഭയങ്കര പേഷ്യൻ്റാണ്, സമാധാനപരമായിട്ടുള്ള ഡീലിംഗ് ആണ് എല്ലാവരുമായിട്ടും. അത് തന്നെ, രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെന്താ, ഭയങ്കര ലവബിളാണ്. രണ്ടുപേരും മെച്ചോർഡാണ്. കാര്യങ്ങൾ രണ്ടുപേരാണെങ്കിലും മെച്ചോർഡായിട്ട് കാര്യങ്ങൾ ചെയ്യും. About that love that made sense, I was stressed. I run for many miles trying to find love from a woman that could love me and never leave my side. And I run for many miles trying to get away from the things I'm afraid of and everything inside. You said that we're already done, but what does that even mean? Tell me to open my eyes, yeah, God, it was just a dream. I guess that's how you know that it's love, when you're scared to death to leave. You said that you'd never leave, baby, hold me. ഞങ്ങൾ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ കാര്യത്തിൽ. കാരണം ഇത്രയും വർഷത്തെ റിലേഷൻഷിപ്പ്, പിന്നെ അത് ഫൈനലി അവരത് അച്ചീവ് ചെയ്ത് നടന്ന്. സോ അതിൽ നല്ല ഹാപ്പിയാണ് ഞങ്ങൾ.